ഭൂമിയിലെന്നും കർത്താവിൻ തിരുനാമം മഹനീയം. ആകാശത്തിന്മീതെ ദിവ്യമഹത്വം മഹോന്നതം. ഭൂമിയിലെന്നും കർത്താവിൻ തിരുനാമം മഹനീയം. ആകാശത്തിന്മീതെ ദിവ്യമഹത്വം മഹോന്നതം. ശത്രുക്കൾ തൻ നിരകളെയെന്നും നിശബ്ദരാക്കിടുവാൻ കുഞ്ഞുങ്ങൾ തൻ അധരം കൊണ്ടൊരു കോട്ടയൊരുക്കിയവൻ. ശത്രുക്കൾ തൻ നിരകളെയെന്നും നിശബ്ദരാക്കിടുവാൻ കുഞ്ഞുങ്ങൾ തൻ അധരം കൊണ്ടൊരു കോട്ടയൊരുക്കിയവൻ. അജപാലകനാം ദൈവമേ, കരുണാമയനാം ദൈവമേ, ഒരുമയോടെ ഞങ്ങൾ പാടുന്നു സങ്കീർത്തനം. അജപാലകനാം ദൈവമേ, കരുണാമയനാം ദൈവമേ, ഒരുമയോടെ ഞങ്ങൾ പാടുന്നു സങ്കീർത്തനം. ദൈവത്തിന്റെ കരത്താൽ വാർത്തൊരു സുന്ദരവാനിടവും വിണ്ണിൽ സ്ഥാപിതമായി വിളങ്ങിടും അഞ്ജിത ചന്ദ്രികയും. ദൈവത്തിന്റെ കരത്താൽ വാർത്തൊരു സുന്ദരവാനിടവും വിണ്ണിൽ സ്ഥാപിതമായി വിളങ്ങിടും അഞ്ജിത ചന്ദ്രികയും. എത്ര മനോഹരമാമീ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നിത്യം വാഴ്ത്തിടുമെന്നും ദൈവത്തിൻ തിരുനാമം ഞാൻ. അജപാലകനാം ദൈവമേ, കരുണാമയനാം ദൈവമേ, ഒരുമയോടെ ഞങ്ങൾ പാടുന്നു സങ്കീർത്തനം. അജപാലകനാം ദൈവമേ, കരുണാമയനാം ദൈവമേ, ഒരുമയോടെ ഞങ്ങൾ പാടുന്നു സങ്കീർത്തനം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാ ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ, സഹനം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹ നാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ. പെസഹ
പെസഹ നാളിൽ കർത്താവേകിയ ദിവ്യവിരുന്നിൻ സ്മരണയിതാ ഒരുമയുടർപ്പിച്ചിടാ ഈയൾ താരയിൽ. ഈശോയെ സ്വീകരിക്കുകയാണ്. ആൽഫ്ര ഡേവിസ് വടക്കൻ, ജബിൻ നാക്കാക്കോക്കാടൻ, അലൻ സാജു ഷാദിലും ആദ്യമായി ഇവിടെ ഹൃദയത്തിലേക്ക് എഴുതി വന്ന് ഇവിടെ ഹൃദയങ്ങളെ തുടർന്ന മനോഹരമായ നിമിഷമാണ്. യേശുവിൻ്റെ പ്രതീകമായി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ദീപം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നത് മിശിഹായുടെ വെളിച്ചം സ്വീകരിക്കുവാനും മിശിഹായെ നാം ഉണ്ടാവുന്ന സ്തുതിപ്പിക്കുവാനും ഈ ദീപം തെളിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. മാമോദീസ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കഥാട്ടമയും ചില വാഗ്ദാനങ്ങൾ നടത്തുകയുണ്ടായി. നിങ്ങൾ അവതരിപ്പിക്കുന്ന ആ വിശ്വാസ സത്യങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. ഇന്ന് നിങ്ങൾ സ്വയം അതേക്കുറിച്ച് ചിന്തിക്കുവാനും അതേറ്റു പറയുവാനും കഴിവ് നേടിയിരിക്കുന്ന ഈ അവസരത്തിൽ അത് വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ആഖ്യാനം നിങ്ങൾ നവീകരിക്കുകയാണ്. പ്രിയ മക്കളെ, മാമോദീസ വഴിയാണ് നിങ്ങൾ ദൈവിക ജീവൻ അവകാശികളും തിരുസഭയുടെ അംഗങ്ങളുമായത്. അന്ന് നിങ്ങളുടെ കലവട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യം ഏറ്റു പറഞ്ഞു. ദിവ്യകാര്യം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ വിശ്വാസം ഏറ്റു പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഉറക്കെ പറയാം. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരും സകല മനുഷ്യരുടെയും പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായ ഈശ്വരനായി നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ പുത്രൻ നമുക്ക് വേണ്ടി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈശോയുടെ ദാനമായ പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവ് നയിക്കുന്ന കത്തോലിക്കാ സഭയിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപമോചനത്തിലും വിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ജീവിത അവസാനമുള്ള നിത്യജീവനിലും ശരീരങ്ങളുടെ ഉയർപ്പിലും വിശുദ്ധരുടെ ഐക്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? വത്സല മക്കളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹരമായ വസ്ത്രങ്ങൾ എന്നതുപോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരുടെ ആക്കം നിങ്ങൾ ഭക്ഷിക്കുകയും ഈശോയെന്നും നിങ്ങൾ വസിക്കട്ടെ. തിരികെത്തിയിട്ട് മാതാപിതാക്കന്മാരുടെ നേരെ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുക. മാതാപിതാക്കന്മാരുടെ സമർപ്പണമാണ്. കുട്ടികളുടെ പലിയിൽ കൈവച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് മക്കളെ ദൈവത്തിലേക്ക് സമർപ്പിക്കുക. ഈശോനാഥ, അങ്ങയെ സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവർത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ
ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയിത്തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചത് വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്ന് തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങയെ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാവുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവേശ്വരോ സ്തുതിഗീതം
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും ഞങ്ങൾ അങ്ങേവരും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെയും പരിപാലിക്കുന്നവരുമാവുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തെയും നാഥായ നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെയും മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ കീഴ്പ്പെടുത്തപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവർ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ദൈവ
വിശുദ്ധ സുവിശേഷം വാക്യങ്ങൾ 47 മുതൽ 58 വരെ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുടെ അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ അവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടാകും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നിരന്തരം വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹവാരിയായ ഈശോയെ, ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രങ്ങളെയും ഗുരുഭൂതരെയും ഉപകാരികളെയും നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും മരണശേഷം ഉയർത്തുകയും ചെയ്ത ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് എല്ലാവരും എല്ലാമായി തീരുവാൻ വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ പ്രകാശപൂർണമായ കാലത്തിന് യോഗ്യരാക്കപ്പെട്ട വിധം ജീവിക്കുവാൻ ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ ദൃഷ്ടിയിലും വിശുദ്ധിയിൽ വളർന്നു വരുവാനും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അങ്ങയെ കാണിച്ചു കൊടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അനുകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും ഞങ്ങളെ നിരന്തരം വളർത്തണമെന്നും തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളെ പരിശുദ്ധിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നീക്കും. സാരത്തിന്റെയും നാഥനായുടെയും കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കടകളിലെയും സമാധാനം നിങ്ങളോടുകൂടി. വിസ്മയത്തിനുള്ളതാകുന്ന കർത്താവിന്റെ പേരിൽ നമുക്ക് തൃപ്തരാകാം. സഭയുടെ സർവ്വസംഘടനകളെ വർദ്ധിക്കുവാൻ ഈ ജീവിക്കുന്ന ഭക്തരാകട്ടെ. ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടകളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ ആശ്രയത്തിന് സ്തുതിയും ബഹുമാനവും പ്രകൃതിയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കൃപാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും കൃപയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെടുകയാകട്ടെ. സകലയും നാഥായ നീക്കും. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, പ്രാർത്ഥിക്കണമേ. ദൈവത്തെ മറന്നു കുഞ്ഞി ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം
ദൈവസ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിൻ്റെ വീണമീട്ടി നിന്നെ തഴുകി. നിന്റെ കുഞ്ഞിക്കവിളുകളിൽ മുത്തങ്ങൾ നൽകി ആത്മാവിൻ്റെ വീണമീട്ടി നിന്നെ തഴുകി. ആരീരാരം പാടി പാടി നിന്നെ ഉറക്കി. നെഞ്ചുണർത്തും ചൂട് നൽകി നിന്നെ വളർത്തി. ഇത്ര നല്ല ദൈവത്തെ നീ മറന്നുപോയോ? നല്ല ഒരു വലം ഭാഗി ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. സന്തോഷാരാധനയ്ക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരി നിത്യവ്രങ്ങൾ ചേർക്കണമേ. പ്രധാനാമെന്നിൽ കനിയേണം ജീവൻ വള്ളി മകുവലമ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ചെയ്യുമാറാട്ടെ. മഹനീയമായ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാട്ടെ. ജഗന്റെ മതത്തിൻ്റെ നാളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ആകാശത്തിലും ഭൂമിയിലും സത്യവനാകുന്ന ഞങ്ങളുടെ ജീവന് കാരണവും ആത്മാവിൻ്റെ പ്രത്യാശയും അങ്ങനാകുന്നു. ജീവന്റെ മതത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര ഉന്നത നിർഭനാം മിശിഹാനാഥെല്ലാവരും ഇന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നഗരാൻ വളരെ മഹിമാവൊഴുകും മണവറയെങ്കിൽ
ചേർക്കണമീശോ. ദാത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാവമോചനം അങ്ങേപ്പറ്റുന്നാകുന്നല്ലോ, പ്രതീക്ഷ വർത്തിയ വാഗ്ദാനത്തിലാകുന്നു. ആൾക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവിടുത്തെ പക്കലാവുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താലാസന ഉയർപ്പിച്ച കർത്താവി, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങ് ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവി, ജീവന്റെ മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര കർത്താവെ, മരിച്ചവരെ കരുണാവരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന ഹൃദയാപൂർവം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര സാലത്തിന്റെയും നാഥനും ദൈവമായ വിശുദ്ധായ പുരുഷന്റെ ആളത്തോടും ദൈവദൂതന്മാരുടെ വാനമയങ്ങളെന്ന് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മറ്റു രക്ഷകരെ കവർന്ന് ഉയർത്തുകയും ദുഷ്ടങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ അങ്ങേ എത്രയോടൊറക്കായാലും ആരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹം